നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്യോതിഷത്തിൽ 27 നക്ഷത്രങ്ങൾ അഥവാ 27 നാളുകളാണ് നമുക്കുള്ളത്. ഈ 27 നക്ഷത്രങ്ങളിൽ 9 നക്ഷത്രങ്ങളെ രാജനക്ഷത്രങ്ങളെന്നാണ് വിളിക്കുന്നത്. രാജനക്ഷത്രങ്ങൾ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ 9 നാളുകളിൽ ജനിച്ച ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണോ ആ വ്യക്തി? ആണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. രാജനക്ഷത്രക്കാരുടെ ജീവിതത്തിലുള്ള ചില രഹസ്യങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഈ 9 നാളുകൾ, അതായത് അവിട്ടം, വിശാഖം, ചതയം, മൂലം, തൃക്കേട്ട, ചിത്തിര, മകം, ആയില്യം, കാർത്തിക, ഈ 9 നാളുകളിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. ജീവിതത്തിൽ ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. ഞാൻ ഈ 9 നക്ഷത്രങ്ങളും കൃത്യമായിട്ട് പഠിച്ച് എന്തുകൊണ്ടാണ് ഇവയെ രാജനക്ഷത്രങ്ങളെന്ന് വിളിക്കുന്നത് തരം തിരിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ടും പഠിച്ചു പറയാൻ പോകുന്ന കാര്യങ്ങളാകട്ടോ. ഈ നാളുകാർ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടു നോക്കൂ. അല്ല, നിങ്ങൾ തന്നെയാണ് എന്നുണ്ടെങ്കിൽ ഇത് കേട്ടു നോക്കൂ. കേട്ടിട്ട് ഞാൻ ഈ പറഞ്ഞത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് വിലയിരുത്തി നോക്കാവുന്നതാണ്. കേട്ട് നോക്കിയിട്ട് ഞാൻ പറയുന്നത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തിരുമേനി അങ്ങ് പറഞ്ഞത് തെറ്റാണ്, ഇങ്ങനൊന്നും അല്ല ഞങ്ങളുടെ ജീവിതം എന്നുള്ളത് കൃത്യമായിട്ട് പറയാം. ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും മനസ്സിലാക്കാവുന്നതാണ്. അപ്പം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ രാജനക്ഷത്രങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രത്യേകത, എന്തുകൊണ്ടാണ് ഇവയെ രാജനക്ഷത്രങ്ങൾ എന്ന് വിളിക്കുന്നത്, ഇവരുടെ ജീവിതത്തിലുള്ള ആ രഹസ്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ നിഗൂഢത എന്താണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഈ രാജനക്ഷത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇവർ അഹങ്കാരികളായിട്ടും ഇവർ വലിയ കടുംപിടുത്തക്കാരായിട്ടും ഒക്കെ തോന്നും എന്നുള്ളതാണ്. ജീവിതത്തിൽ ഇവരെന്നും കേൾക്കുന്ന ഒരു പേരായിരിക്കും അഹങ്കാരി, ധിക്കാരി, തൻ്റേടി എന്നൊക്കെയുള്ള പേര് എന്ന് പറയുന്നത്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇവരാരെടുത്തും അനാവശ്യമായിട്ട് പോയി ഒരു സൗഹൃദം അല്ലെങ്കിൽ അനാവശ്യമായിട്ട് വളവള സംസാരിക്കുകയോ എല്ലാവരുടെ പോയി കുമ്പിടുകയോ അല്ലെ എല്ലാവരും ബഹുമാനിക്കുന്ന ആളുടെ മുമ്പിൽ പോയി ഓച്ചാനിച്ച് നിൽക്കുകയോ ഒന്നും ചെയ്യുന്നവരായിരിക്കില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അല്പം ഗൗരവമൊക്കെ കലർത്തി എവിടെ എങ്ങനെ ആരോട് എന്തെന്ന് കൃത്യമായിട്ട് ബോധ്യത്തോടു കൂടി പെരുമാറുന്നവരാണ് ഈ കൂട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വന്തം കുടുംബത്തിൽ വരെ അഹങ്കാരി എന്നൊരു പേര് ഈ നാളുകാർക്ക് പൊതുവെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പം അവനൊരു അഹങ്കാരിയാണ്, അവള് ലോക അഹങ്കാരിയാണ് എന്നായിരിക്കും മറ്റുള്ളവർ ഈ നക്ഷത്രക്കാരെ പലപ്പോഴും വിലയിരുത്തുന്നതും പറയുന്നതും എന്നുള്ളത്. പലരും വിചാരിച്ചിരിക്കുന്നത് ഇവർ ഭയങ്കര ജാടയുള്ളവരാണ്, ജാടക്കാരാണ്, ഇവർ ഭയങ്കരമായിട്ട് അഹങ്കാരം ഉള്ളവരാണ്, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യ സ്വഭാവക്കാരാണ്, അവർ ഭയങ്കര അഹങ്കാരികളല്ലേ എന്നായിരിക്കും. പക്ഷേ അടുത്തറിയുന്നവർക്കേ അറിയുള്ളൂ ഇവരെ പോലെ ലോക ഉപകാരികളായിട്ടുള്ള നന്മയുള്ളവരായിട്ടുള്ള മനുഷ്യർ ഉണ്ടാകില്ല എന്നുള്ളതാണ്. എന്ന് കരുതി ഇവർക്ക് അതിൽ വിഷമമൊന്നുമില്ല കേട്ടോ. ഇവർക്ക് ഉത്തമ ബോധ്യമുണ്ട് ഇവരാരാണ്, ഇവരെന്താണ്, ഇവരെങ്ങനെ വേണം മറ്റുള്ളവരോട് പെരുമാറാൻ എന്നുള്ളത്. ഇവരുടെ മറ്റൊരു പ്രധാന പ്രത്യേകതയായിട്ട് പറയുന്നത് ഇവരെ ആർക്കും ഇവരുടെ വാലായിട്ടോ അല്ലെങ്കിൽ ഇവരെ ജീവിതത്തിൽ ശിങ്കിടിയായിട്ടോ ഒന്നും കിട്ടത്തില്ല എന്നുള്ളതാണ്. അതൊരു വലിയ പ്രത്യേകതയാണ്. ആരുടെ മുമ്പിലും അനാവശ്യമായിട്ട് പോയി കൈകെട്ടി നിൽക്കാനോ ആരുടെയും കൂടെ ചേർന്ന് വാലായിട്ട് പോകാനോ ഒന്നും ഇവരെ കിട്ടത്തില്ല. വ്യക്തമായിട്ട് ജീവിതത്തിൽ ഐഡന്റിറ്റിയുള്ള യുണീക്ക് സ്വഭാവമുള്ളവരായിരിക്കും ഈ ഒരു നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത്. എന്താണ് യുണീക്ക് സ്വഭാവം എന്ന് പറയുന്നത്? ഇവർക്ക് എല്ലാത്തിനും ഇവരുടേതായ ഒരു രീതിയും ഇവരുടേതായ ഒരു പാത്തും ഉള്ളവരായിരിക്കും. അയാൾ അത് ചെയ്തു, അതുകൊണ്ട് ഞാനും അത് ചെയ്യണം. ഇപ്പം ട്രെൻഡ് ഇതാ, അതുകൊണ്ട് ഞാനും ഇത് തന്നെ ചെയ്യണം. എല്ലാവരും അത് ചെയ്യുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ചെയ്യണം എന്ന് കരുതുന്നവരല്ല. മറ്റുള്ളവർ പോകുന്ന ഒരു വഴിയിലൂടെ കഴിയുന്നതും പോകാതെ തൻ്റേതായ ഒരു യുണീക്കായിട്ടുള്ള വഴി, തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ഏത് കാര്യവും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരവർ. ചിലരുണ്ട് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കുക, അത് നോക്കിയിട്ട് അതുപോലെ പകർത്താനായിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ ചെയ്യാൻ. ലോകം മൊത്തം എന്താ ചെയ്യുന്നത് അത് കണക്ക് ചെയ്യാനായിട്ട് ഇവർക്ക് അത് ഒരിക്കലും ഇഷ്ടമല്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ, മറ്റൊരാൾ ഒരു തരം വസ്ത്രം ഇട്ടുകൊണ്ട് വന്ന് ആ കാഴ്ചയിൽ നല്ല ഭംഗിയുണ്ട്, അടുത്ത ദിവസം പോയി അതേ മോഡൽ ഡ്രസ്സ് വാങ്ങി ഇടുന്നവരായിരിക്കില്ല ഇക്കൂട്ടരെന്ന് പറയുന്നത്. ഇവർക്ക് തൻ്റേതായ ഒരു ശൈലി, തന്നെ മറ്റുള്ളവർ പകർത്തണം എന്ന് വിചാരിക്കുന്നവരാണ്.
അതുപോലെ തന്നെ ആരുടെ അടുത്ത് പോയിട്ട് ആരുടെ എർത്താവാനോ വാലാകാനോ ഒന്നും ഇവരെ കിട്ടത്തില്ല. അതിന് ഏത് വലിയ ഉടയതമ്പുരാനാണ് എന്ന് പറഞ്ഞാലും ഇവരെ അത്തരം സാഹചര്യങ്ങളിൽ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് മുറുമുറുപ്പും പല 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 സമയങ്ങളിലും ഇവർക്ക് ചില ചീത്തപ്പേരുകളും പലരുടെയും ഒരു വാലാകാൻ കിട്ടാത്തത് കൊണ്ട് പലർക്കും ഇവരോട് അമർഷവും ദേഷ്യവും പകയും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും സ്വന്തം കുടുംബത്തിൽ പോലും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും വളരെ കൂടുതൽ ആണ് എന്നുള്ളതാണ്. അയ്യോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം ഓടിയെത്തുന്ന കൂട്ടരായി കൂട്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി എത്ര വലിയ ശത്രുവാണെന്ന് പറഞ്ഞാലും അയ്യോ എന്ന് നിലവിളിച്ചു കഴിഞ്ഞാൽ ഒരു ആപത്ത് വന്നാൽ ഉപകരിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഈ നാളുകാർ. ഇവരുടെ ഒരു വലിയ പ്രത്യേകത കേട്ടോ. ജീവിതത്തിൽ ലോക ഉപകാരികളായിരിക്കും, മറ്റുള്ളവർക്ക് ലോക ഉപകാരികളായിരിക്കും. എന്നാൽ ഇവർക്കൊരു കാര്യം വന്നാൽ ഉണ്ടല്ലോ, ഈ പറയുന്ന ആളുകളൊന്നും ഉണ്ടാവില്ല. ഇവർ സഹായം ചെയ്തിട്ടുള്ള ആളുകൾ പോലും, ജീവിതത്തിൽ ഏറ്റവും ആപത്ഘട്ടത്തിൽ ഇവർ ഉതകിയിട്ടുള്ള ആളുകൾ പോലും തിരിച്ചിവർക്കൊരാപത്ത് വരുമ്പം ഉതകില്ല എന്നുള്ളതാണ്. അത് വലിയൊരു പ്രത്യേകത. ഇവരുടെ ജീവിതം മുഴുനീളം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കാര്യം കാണാൻ സാധിക്കും. ഇവർ ലോകോപകാരികളായിരിക്കും, ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇവർക്കൊരാപത്ത് വന്നാൽ ഒരിക്കലും ഈ പറയുന്ന ആളുകളൊന്നും ഉണ്ടാവില്ല, അന്യ ആളുകളായിരിക്കും ഇവർക്ക് ഉതകുന്നത് എന്ന് പറയുന്നത്. സഹായിച്ച നല്ല ഒരു ശതമാനം ആളുകളും ഇവർക്ക് പിൽക്കാലത്ത് ശത്രുക്കളായി തീർന്ന ചരിത്രമേ പറയാനുണ്ടാവുള്ളൂ. ആർക്കൊക്കെ ജീവിതത്തിൽ ഉപകാരം ചെയ്തിട്ടുണ്ടോ അവരൊക്കെ ജീവിതത്തിൽ ഇവർക്ക് ശത്രുവായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്ക് തന്നെ പിന്നീട് പല ഘട്ടങ്ങളിലും ഇവരോട് ശത്രുത തോന്നുകയും പിന്നീട് ശത്രുതാ മനോഭാവമുള്ളവർ അല്ലെങ്കിൽ മിണ്ടാതായി പോവുകയും ചെയ്ത ചരിത്രമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. സ്നേഹിക്കുന്നവരെ അഗാധമായിട്ട് സ്നേഹിക്കുകയും വെറുക്കുന്നവരെ അഗാധമായിട്ട് വെറുക്കുകയും ചെയ്യുന്നവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് രണ്ട് വള്ളത്തിൽ കാലി ചവിട്ടിയുള്ള പരിപാടി ഇവരുടെ ജീവിതത്തിൽ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. സ്നേഹിച്ചാൽ അങ്ങേയറ്റം സ്നേഹിക്കും, അങ്ങേയറ്റം ഹൃദയം പറിച്ചു കൊടുക്കുന്ന രീതിയിൽ സ്നേഹിക്കുന്നവരാണ്. വെറുത്തു കഴിഞ്ഞാലോ അങ്ങേയറ്റം വെറുക്കും, അങ്ങേയറ്റം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുന്നതാണ്. ഈ 2 മീറ്ററേ ഇവരുടെ ജീവിതത്തിലുള്ളൂ എന്നുള്ളതാണ്. അല്ലാതെ മുഖത്തൊന്ന് ചിരിച്ചു കാണിച്ചുകൊണ്ട് ഉള്ളിൽ ദേഷ്യം വെച്ചുകൊണ്ട് പെരുമാറാനൊന്നും ഇവർക്ക് അറിയില്ല. ഇവരുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് ഇവരുടെ മുഖത്ത് കൃത്യമായിട്ട് പ്രതിഫലിക്കും. അതുകൊണ്ട് എന്ത് പറ്റി, ഈ നാളുകാരുടെ ജീവിതത്തിൽ ശത്രുക്കൾ വേണ്ടോളം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കാലാതീതമായിട്ട് ശത്രുക്കൾ ഉണ്ടായിരിക്കും. എന്നും ശത്രുക്കളുടെ ഒരു വലിയ വലയം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഒരു വലിയ സത്യമായി നാളുകാരുടെ കാര്യത്തിൽ. ജീവിതത്തിൽ ശത്രുക്കളാണോ മിത്രങ്ങളാണോ എന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി ഈ നാളുകാരെ അവിടെ ഉണ്ടെങ്കിൽ പറയും ജീവിതത്തിൽ മൊത്തം ശത്രുക്കളുടെ കഥയായിരിക്കും പറയാനുള്ളത്. സുഹൃത്തുക്കൾ കാണും, കുറവായിരിക്കും. ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന സുഹൃത്ത് വലയം മാത്രമേ ഉണ്ടാവുള്ളൂ. വലിയ കൂട്ടും സെറ്റും വലിയ ഗ്യാങ്ങും വലിയൊരു സൗഹൃദ വലയവും ഒന്നും ഇവർക്ക് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും കാണത്തില്ല. ഇവർക്ക് കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു പിടി നല്ല സുഹൃത്തുക്കൾ, ഒരു കൂടിപ്പോയാൽ ഒരു 4-5 നല്ല ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കൾ കാണും. ശത്രുക്കളാണെന്നുണ്ടെങ്കിൽ വേണ്ടുവോളം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പോരാട്ടങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് വന്നവരാണ് ഈ നക്ഷത്രക്കാരെന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എല്ലാം തീർന്നു പോയി എന്നൊരവസ്ഥയിൽ നിന്ന് ഒന്നേന്ന് ജീവിതം കെട്ടിപ്പടുത്ത ഒരു അനുഭവമൊക്കെ ഇവർക്ക് ജീവിതത്തിൽ പറയാൻ കാണും. പ്രായമായവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്നത് എന്താണെന്ന്. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ജീവിതം തന്നെ കൈവിട്ട് പോകുന്ന, അല്ലെങ്കിൽ എല്ലാം ഒന്നേന്ന് തുടങ്ങേണ്ട വന്ന ഒരു അവസ്ഥയൊക്കെ ഇവർക്ക് പറയാനായിട്ട് കാണും. കഠിനാധ്വാനത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ വലിയൊരു കഥ ഇവർക്ക് പറയാൻ സാധിക്കും. നീ തീർന്നു പോയടാ, നീ നശിച്ച്, നീ ഇനി ഇല്ല, നിന്റെ ജീവിതം തീർന്നടി എന്ന് പറഞ്ഞെടുത്ത് നിന്ന് എല്ലാവരും പുച്ഛിച്ചും പരിഹസിച്ചും ഇവരെ ഉപേക്ഷിച്ച് തള്ളിയെടുത്ത് നിന്ന് ജീവിതം ഒറ്റയ്ക്ക് ഈശ്വരനെയും വിളിച്ചുകൊണ്ട് പടവെട്ടി പൊരുതി നേടിയവരാണ് ഈ കൂട്ടരെന്ന് പറയുന്നത്. ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ, പലപ്പോഴും ഈശ്വരൻ മാത്രമേ കൂട്ടിനുണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും അടുത്ത് നിന്ന ആളുകൾ പോലും ഒരുപക്ഷെ ഇവരുടെ ജീവിതത്തിൽ കൈത്താങ്ങായ സമയത്ത് വന്നിട്ടുണ്ടാവില്ല. ഒറ്റയ്ക്കും അന്യ ആളുകളുടെ സഹായത്തോടും കൂടി ജീവിതം പടവെട്ടിയ ഒരു കഥ ഈ നക്ഷത്രക്കാർക്ക് പറയാനുണ്ടാവും. സമൂഹം പുച്ഛിച്ച് തള്ളിയെടുത്തുനിന്ന് പരിഹസിച്ച് നീ തീർന്നു, നിന്നെക്കൊണ്ടാവില്ല, നീ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞ് പഴി തള്ളി വിധി എഴുതി മാറ്റി നിർത്തിയെടുത്തുനിന്ന് ആരോടും ഒരു വായിക്കുവാ പറയാൻ പോകാതെ, ആരോടും മറ്റൊരു കാര്യം പോയി പറഞ്ഞ് വെല്ലുവിളിക്കാൻ പോകാതെ, വെല്ലുവിളികൾ ഒന്നും ചെയ്യാതെ സ്വന്തം പ്രവൃത്തി കൊണ്ട് എല്ലാ വെല്ലുവിളികൾക്കും മറുപടി പറഞ്ഞവരാണ് ഈ കൂട്ടരെന്ന് പറയുന്നത്. അങ്ങനെ ഒരു അനുഭവം ഇവരുടെ ജീവിതത്തിൽ വലുതായിട്ട് കാണും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ നാളുകാരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എത്രത്തോളം ശരിയാണ് എന്നുള്ളത്. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം സത്യമുള്ള നക്ഷത്രങ്ങളാണ് ഈ രാജനക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. പൊതുവെ ഈ രാജനക്ഷത്രക്കാർക്ക്
നല്ല നേതൃഗുണം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട്, മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനായിട്ട്, കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ നല്ലൊരു കഴിവുണ്ടാവുമെന്നാണ് പറയുന്നത്. നേതൃപാഠവും. അതുകൊണ്ടാണ് ഇവരെ പ്രധാനമായിട്ടും രാജാവ് അല്ലെങ്കിൽ രാജനക്ഷത്രം എന്ന് പറയുന്നത്. നേതൃത്വം വഹിക്കാനായിട്ട്, പല കാര്യങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് നയിക്കാനായിട്ട്. പലർക്കും ഇവരുടെ കാര്യത്തിൽ സംശയങ്ങളൊക്കെ ഉണ്ട്. അവനെ കൊണ്ട് പറ്റുമോ, അവനെ കൊണ്ട് കൂട്ടിയാൽ കൂടുമോ, അവന് ചെയ്യാൻ പറ്റുമോ. പലപ്പോഴും വിധിയൊക്കെ എഴുതി തെള്ളിയിട്ടേക്കും ഇവരെ. അതാണ് ഒരു വലിയ രസം എന്ന് പറയുന്നത്. പലപ്പോഴും വിധി എഴുതി തെള്ളി ഇവരെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഇട്ടേക്കും. പക്ഷേ അപാരമായിട്ടുള്ള നേതൃപാഠം അവസരം വരുമ്പം ഈ പറയുന്ന ആളുകളുടെ ഒക്കെ വായടപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നിട്ട് നിന്ന് ചെയ്യാനും വിജയിപ്പിച്ചെടുക്കാനും വിജയം നേടിയെടുക്കാനും മറ്റുള്ളവരുടെ മുമ്പിലൂടെ തല ഉയർത്തി തന്നെ വിജയത്തോടു കൂടി മുന്നേറാനും കഴിയുന്നവരാണ്. അതിനുള്ള പ്രാപ്തി ഉള്ളവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇവരുടെ ഈ ഒരു കഴിവ് ലോകം തിരിച്ചറിഞ്ഞിരിക്കും എന്നുള്ളതാണ്. സ്ഥിരമായിട്ട് ഇവർക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവില്ല കേട്ടോ. ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിൽ അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള സുഹൃത്തുക്കളായിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത്. എന്നാൽ സ്ഥായിയായിട്ടുള്ള ശത്രുക്കൾ ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അതുപോലെ ഈ നാളുകാരുടെ രാജനക്ഷത്രക്കാരുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ നക്ഷത്രക്കാർക്ക് ആര് മക്കളായിട്ട് ജനിച്ചാലും ആ മക്കളുടെ ഭാഗ്യം എന്നാണ് പറയുന്നത് കേട്ടോ. കാരണം ഈ രാജനക്ഷത്രക്കാർക്ക് തങ്ങളുടെ മക്കളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ലോകത്ത് എന്തും എന്നുള്ളതാണ്. മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത്. താൻ കഴിച്ചില്ലെങ്കിലും തനിക്ക് കഴിയാനില്ലെങ്കിലും തൻ്റെ മക്കൾ സന്തോഷമായിട്ടിരിക്കണം, മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്. ഊണിലും ഉറക്കത്തിലും യാത്രകളിലും ചിന്തകളിലും എല്ലാം. ഇപ്പോൾ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന സമയത്ത് പോലും മക്കൾക്ക് നല്ലത് വരുത്തണം, എനിക്ക് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, മക്കൾ നന്നായിട്ടിരിക്കണം എന്ന് കരുതുന്നവരാണ്. ആ മക്കളോടുള്ള വാത്സല്യം സ്നേഹമൊക്കെ ഏറ്റവും കൂടുതലുള്ളവരാണ്. അതുപോലെ മക്കളെ അധികാരഭാവത്തിലല്ലാതെ സ്വന്തം സുഹൃത്തുക്കളെ പോലെ ഡീൽ ചെയ്യുന്ന ആളുകളുമായി ഈ കൂട്ടരെന്ന് പറയുന്നത്. സ്വന്തം സുഹൃത്തുക്കളെ പോലെ ആയിരിക്കും മക്കളെ വളർത്തുന്നത്. മക്കളുടെ ഒരു മറ്റു പലർക്കും പുറത്തുനിന്ന് കാണുന്നവർക്ക് അസൂയയായിരിക്കും ഇവരും മക്കളും തമ്മിലുള്ള ബന്ധം കണ്ടിട്ട്. കാരണം എന്താ, ഇവർ കുഞ്ഞിലേ തൊട്ടേ മക്കളെ വളർത്തിയെടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ സ്വന്തം സുഹൃത്തിനെ പോലെ. ചിലപ്പം ആ മക്കളോട് ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛനാണ് അല്ലെങ്കിൽ അമ്മയാണെന്നുള്ള ഈ നക്ഷത്രക്കാരൻ്റെ പേര് പറയുന്ന രീതിയിൽ, ആ ഒരു രീതിയിൽ സ്നേഹവും വാത്സല്യവും കൊടുത്തായിരിക്കും ഇവർ മക്കളെ വളർത്തും. മറ്റുള്ളവർക്ക് സ്നേഹം ഇല്ലെന്നല്ല, പക്ഷേ ഈ നാളുകാർക്ക് അത് കൂടുതലായിരിക്കും, പ്രകടമായിരിക്കും ആ ഒരു ബന്ധം എന്ന് പറയുന്നത്. ജീവൻ്റെ അവസാന ശ്വാസം വരെയും ആ മക്കൾക്ക് വേണ്ടി ജീവിച്ചെരിഞ്ഞടങ്ങുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത്. ജീവിതത്തിൽ പോരാടി വന്നവരാകട്ടോ. സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചു വീണവരോ വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് എല്ലാത്തിൻ്റെയും നടുക്ക് അങ്ങ് ജീവിച്ച് വളർന്നവരോ ഒന്നും ആയിരിക്കത്തില്ല. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കണ്ട് പടവെട്ടി ജീവിതത്തിൻ്റെ ഒരുപാട് എന്താ പറയുന്നത് നെഗറ്റീവ് വശങ്ങളൊക്കെ കണ്ട് ജീവിതത്തിൽ വന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത്. ആരുടെ മുമ്പിലും ഒരു നേരം പോലും, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയോ ഒരു നേരത്തെ ധനത്തിന് വേണ്ടിയോ പോലും കൈ നീട്ടരുത് എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരായിക്കോട്ടെ. ഇവർക്ക് ജീവിതത്തിൽ ഒരു പ്രാർത്ഥന മാത്രമേ ഈശ്വരനോടുള്ളൂ, ദൈവമേ ആർക്കും ഒരു ബാധ്യതയാകല്ലേ, ആരുടെ മുമ്പിലും ഒരു നേരം പോലും കൈ നീട്ടേണ്ടി വരല്ലേ എന്ന് ഉള്ളിൽ ഉരുകിപ്പിടിച്ച് പറഞ്ഞ് ജീവിക്കുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സന്ദർഭോചിതമായിട്ട് പെരുമാറാനായിട്ട് സംസാരിക്കാനായിട്ടൊരു പ്രത്യേക കഴിവുള്ളവരാണ് കേട്ടോ. ഒരിടത്തൊരു സിറ്റുവേഷൻ വന്നാൽ അവിടെ അതിൽ കയറി ഇവർ ഇടപെട്ടാൽ, അങ്ങനെ ഇങ്ങനെയൊന്നും ഇടപെടില്ല, പക്ഷേ ഇടപെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ആ പ്രശ്നം സോൾവ് ചെയ്യാനും നല്ല വാക്ചാതുര്യമുള്ളവരായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത്. അതുപോലെ ഈ രാജനക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ, ഉള്ളത് കൊണ്ടുള്ളതുപോലെ ജീവിക്കാൻ പഠിച്ചവരാണ്. അതായത് വലിയ ആഡംബരങ്ങളോ അത്യാഡംബരങ്ങളോ, ലോകം മുഴുവൻ അത് ചെയ്യുന്നു എനിക്കത് ചെയ്യണം, ആഡംബരം വേണം, അങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും ഇല്ലാത്തവരാ. ഉള്ളത് കൊണ്ട് ഇറുകിപ്പിടിച്ച്, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയത്തില്ലേ, അവനവന് ഉള്ളതും ഇല്ലാത്തതും പുറത്തറിയിക്കാൻ പൊതുവെ ഇഷ്ടമല്ലാത്തവരാ. എനിക്കില്ലേ ഇല്ല, എനിക്കുണ്ടോ ഉണ്ട് സന്തോഷം എന്നുള്ള രീതിയിൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ അവനവൻ്റെ കാര്യം അറിഞ്ഞ് ജീവിക്കുന്നവരാ. കഴിയുന്നതും മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാൻ പോകാതിരിക്കുകയും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ അനാവശ്യമായിട്ട് അഭിപ്രായം പറയാൻ പോകാതിരിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ അഭിപ്രായം പറയാനും ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും വരുന്നവരുടെ എണ്ണം ചില്ലറയല്ലതാനും. ജീവിതത്തിൽ അങ്ങനെയുള്ളവരെ ഇവർക്ക് ജീവിതത്തിൽ ഏറ്റവും ശത്രുതയുള്ള ആളുകളായിരിക്കും. തൻ്റെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് കയറി അഭിപ്രായം പറയാൻ വരിക, തൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ലാതെ കയറി ഇടപെടാൻ വരിക. അതിപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കളായാലും ശരി, ഇവർക്ക് അതൊരു പൊടി പോലും ഇഷ്ടമല്ല. അങ്ങനെയുള്ള ആളുകളെ ഇവർ ജീവിതത്തിൽ
അടുപ്പിക്കുകയും ചെയ്യുക ഇല്ല എന്നുള്ളതാണ്. അതൊരു വലിയ പ്രത്യേകതയാണ്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഒരു പരിധി വിട്ട് ഇവരുടെ കാര്യങ്ങളിൽ കയറി അഭിപ്രായം പറയാൻ വരുന്നത്, തീരുമാനം എടുക്കാൻ വരുന്നത്, അങ്ങനെ ചെയ്താൽ നന്നായിരുന്നു, ഇങ്ങനെ ഇത് അവർക്ക് ഇഷ്ടമല്ല. ഇവരാരുടെയും ജീവിതത്തിൽ അങ്ങനെ വലിഞ്ഞു കയറി അഭിപ്രായം പറയാൻ പോകത്തില്ല. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒട്ട് അങ്ങനെ അഭിപ്രായം പറയാൻ വന്നാൽ ഇവരൊട്ട് വിടത്തുമില്ല. ഇവരുടെ നാവിൻ്റെ ചൂട് അറിയുകയും ചെയ്യും എന്നുള്ളതാണ്. ഇവരുടെ ജീവിതം പൊതുവേ നോക്കിക്കാണുന്ന സമയത്ത് ഒരുപാട് ഉയർച്ച താഴ്ചകൾ പറയാനുള്ള ഒരു ജീവിതമായിരിക്കും. ജീവിതത്തിൽ അങ്ങനെ എല്ലാ കാലവും ഒരു സൗഭാഗ്യത്തിൻ്റെ കഥയായിരിക്കത്തില്ല. പലപ്പോഴും ജീവിതത്തിൽ പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ നഷ്ടങ്ങളിൽ നിന്നൊക്കെ എങ്ങനെയെന്നറിയില്ല ഒരു ഈശ്വര ചൈതന്യത്താൽ വീണ്ടും തിരിച്ചു പൂർവാധികം ശക്തിയോടുകൂടി ഉയർന്നു വന്ന ഒരു കഥയും ഇവർക്ക് ജീവിതത്തിൽ പറയാൻ സാധിക്കും എന്നുള്ളതാണ്. ഏറ്റവും പ്രത്യേകത ഈ രാജനക്ഷത്രക്കാരുടെ എന്ന് പറയുന്നത് ഇവർക്ക് 27 വയസ്സ് മുതൽ 37 വയസ്സ് വരെയുള്ള 7 വർഷക്കാലം ഏറ്റവും നിർണായകമായിരിക്കും കേട്ടോ. ഇവരുടെ ജീവിതത്തിൽ 27നും 34നും ഇടയിൽ വലിയ ചില സംഭവ വികാസങ്ങൾ, ഇവരുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ചില സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ടാവും. അത് ഇവരുടെ ജീവിതത്തിൽ തന്നെ വലിയ വഴിത്തിരിവായി മാറിയിട്ടുമുണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾ ഈ നക്ഷത്രക്കാരാണ് എന്നുണ്ടെങ്കിൽ 27, 34 വയസ്സ് കഴിഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണേ. 27നും 34നും ഇടയിൽ എന്താണ് അത്തരത്തിൽ ജീവിതത്തിൽ വലിയ മാറ്റം. ചിലപ്പോൾ നല്ല മാറ്റമായിരിക്കും, നല്ല അത്ഭുതങ്ങൾ, ഉയർച്ച, ഐശ്വര്യം കിട്ടുന്നതായിരിക്കും. ചിലപ്പം അത് ജീവിതത്തിൽ ഏറ്റവും നാശം പിടിച്ച മാറ്റവും ആകാം. ചിലപ്പോൾ ഒരു ദുരന്തം സംഭവിച്ചതാകാം, ഒരു ദുഃഖം സംഭവിച്ചതാകാം, ഒരു നഷ്ടം സംഭവിച്ചതാകാം, അല്ലേ? അത്തരത്തിലും ആകാം, അങ്ങനെ ഒരു മാറ്റവും ആകാം. അതല്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു മാറ്റം, ചിലപ്പോൾ ജീവിതത്തിൽ ഒരു ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സംഭവം നടന്ന്, ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതെന്ന് കരുതുന്ന ഒരു കാര്യം നടന്ന് അന്ന് വരെയുള്ള ജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങൾ മാറിയ കഥയോ ആകാം. ചിലപ്പോൾ പോസിറ്റീവ് ആകാം, ചിലപ്പം നെഗറ്റീവ് ആകും. 27നും 34, 7 വർഷമുണ്ട്. ആ ഒരു 7 വർഷത്തിനിടയ്ക്ക് അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഒന്ന് ഓർത്തു നോക്കൂ. അനുഭവങ്ങൾ പങ്കുവയ്ക്കാമെങ്കിൽ പങ്കുവയ്ക്കൂ, ഏറ്റവും നല്ല കാര്യമാണ്. അപ്പം ഇതാണ് ഈ പറയുന്ന രാജനക്ഷത്രക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പം രാജനക്ഷത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും നല്ലത് വരട്ടെ. രാജനക്ഷത്രക്കാർക്ക് എല്ലാ ഐശ്വര്യങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.